പ്രാക്ടിക്കൽ പ്രോബ്ലം ഏതാ ചെയ്യുന്നത്? 22 ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ് ആണ്. പക്ഷെ എല്ലാ വാരിയൻസും കാണാൻ പറഞ്ഞിട്ടില്ല. വേറെ കാര്യമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ക്വസ്റ്റ്യൻ്റെ കണക്ഷൻ ഉണ്ടാകും. ഉണ്ടോ? അതിലെന്താണ് പറഞ്ഞല്ലോ, കപ്പാസിറ്റി. ഫോർ മൈനസ് 3 മറ്റേതായിരുന്നു? വോളിയം 1 - 3. ഓക്കെ, ഒരു പണി അത് സെപ്പറേറ്റ് ചെയ്ത് കാണാം. ഓക്കെ, തൽക്കാലം ഇത് ചെയ്യാം. അതിലെന്താണെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ഏതാണ്? 22. എന്തൊക്കെ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ വായിച്ചു? ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ്. അപ്പോൾ ഒരു പണി ചെയ്യട്ടെ, ആദ്യം തന്നെ നമുക്ക് ഫിക്സ്ഡ് ഓവർ ഹെഡ് ചെയ്യേണ്ട ശ്രദ്ധിച്ചാൽ മതി. വോളിയം വാരിയൻസ് എന്നെഴുതാം. എന്തായിരുന്നു നമ്പർ? 1 - 3. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സാധനം ഏതാണ്? 1 പ്രിപ്പയർ ചെയ്യണം, 3 പ്രിപ്പയർ ചെയ്യണം. ഫിക്സ്ഡ് ഓവർ ഡാറ്റ 1 എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 3 എന്താ? ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ. സിമ്പിൾ. ഇതിലേക്ക് ഫസ്റ്റ് വേണ്ട ഐറ്റം ഏതാ? സ്റ്റെപ്പ് 1 എന്നൊക്കെ പറയും. തൽക്കാലം ഞാനത് വർക്കിംഗ് നോട്ടായിട്ട് ഇടട്ടെ. എന്താ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ, ഏതാ കാണാൻ പറ്റുമോ നോക്കാം. സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റിനുള്ള വകുപ്പ് ഉണ്ടാ നോക്കിയേ. എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഫോർ ദ ഇയർ എത്രയാണ്? 30,000. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ്? 30,000. സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷനും പോരെ. അപ്പോൾ എന്താ? ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. സിമ്പിളാണ്. റുപ്പീസ് എത്രയാണ്? 30,000. മറ്റത് എത്ര തന്നെയാണ്? 30,000 എന്താണ്? യൂണിറ്റ് എന്നല്ലേ, ഹവറല്ലല്ലോ. യെസ്. അപ്പോൾ എത്ര വരും? ₹1 പെർ യൂണിറ്റ് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടും. എന്താ എടുത്തേ? ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഹവർ, ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? 15 യൂണിറ്റ് ഉണ്ടാക്കും. പിന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് ഫോർ ദ മന്ത് 2550 യൂണിറ്റാണ്. ഫോർ ദ മന്ത് അല്ല, മന്ത്. പിന്നെന്താ പറഞ്ഞത്? ആക്ച്വൽ ഓവർഹെഡ് എന്നത് എത്രയാണ്? 3000. നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇല്ലല്ലോ, 2 അല്ലേ? 2 ആവശ്യമില്ല. ദ ഇയർ ഈസ് ബഡ്ജറ്റഡ് ടു എത്രയാണ്? 50 വർക്കിംഗ് വീക്സ് ഓൺ എ 40 ഹവേഴ്സ് വീക്ക് ബേസിസ്. അപ്പം മൊത്തം നമുക്ക് ഇപ്പം ഞാൻ കുറച്ച് ഫാക്റ്റുകൾ എഴുതുകയാണ് താഴത്ത്. ടോട്ടൽ വീക്സ്. ശരിക്കും ഒരു വർഷം എത്ര വീക്ക് ഉണ്ട്? പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്ന എത്ര ഉള്ളൂ? 50 വീക്സ്. ഓക്കെ അല്ലേ? പിന്നെ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1 വീക്ക് ഈസ് ഈക്വൽ ടു 40 ഹവേഴ്സാണ്. അതൊരു ആഴ്ചയിൽ 40 മണിക്കൂറാണ് ഇതിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ? 2 ഹവേഴ്സ് ഇൻ എവറി വീക്ക്. അപ്പോൾ ഈ 40 ഹവേഴ്സിലെ 2 ഹവേഴ്സ് എന്താവും? ലോസ്റ്റ്, അഥവാ ഈസ് ഈക്വൽ ടു അതിനെന്താ പറയുക? ഐഡിൽ ടൈം എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആക്ച്വൽ ഹവേഴ്സിലെ വർക്ക്ഡ് എത്രയാ? 38. ആക്ച്വൽ ഹവേഴ്സ് പെയ്ഡ് എത്രയാ? 40. ഒപ്പല്ലേ? ഇതൊക്കെ ഇതിന് ആവശ്യമുണ്ടോ നമുക്ക് അറിയില്ല, നോക്കാം. വെറുതെ പറയുന്നു, ചിലപ്പോൾ അപ്പുറത്തോട്ടിൽ ആവശ്യമുണ്ടോ. അടുത്തേതാണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ പിന്നെ ആൻസറിലെത്തുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ ആംഗിളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. 2 ഹവേഴ്സ്. പിന്നെ സോറി, ദ മന്ത് കൺസിസ്റ്റ് മന്ത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു മാസത്തെയാണ്. നമ്മുടെ 1 മന്താണ്. 1 മന്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര ആഴ്ച ആയിരിക്കും? 4 ആഴ്ച ആയിരിക്കും. 4 ഏതാണ്? വീക്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ?
എന്താ ഇൻസ്റ്റെഡ് ഓഫ് ദ യൂഷ്വൽ 5 days ആസ് എ റിസൾട്ട് ഓഫ് പവർ കട്ടുള്ള കാരണം ഓക്കെ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എത്രയാണ് 4 weeks ആണ്, അറിയുന്നതല്ലേ എല്ലാവർക്കും അല്ലേ. ഒരു വീക്ക് പറഞ്ഞാൽ 7 ദിവസമല്ലേ, അപ്പോൾ 7 14 മൊത്തം 28, പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ചെയ്തിട്ട് എത്ര എടുക്കും, 4 weeks ഉണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ആവശ്യമുള്ളത്, ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സ്റ്റാൻഡേർഡ് അവറോ. ഇപ്പോൾ ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റിൻ്റെ റേറ്റ് അല്ല ഇവിടെ ഉള്ളത്, അപ്പോൾ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കാണാനുള്ള സ്കോപ്പ് ഉണ്ടോ നോക്കാം. ഓക്കെ അല്ലേ, കാണാൻ പറ്റുമോ ആക്ച്വൽ ഔട്ട്പുട്ട്? എങ്ങനെ കാട്ടും? സിമ്പിളാണ്, 2550. എങ്ങനെ കിട്ടി? ഫോർ ദ മന്ത് അല്ലേ, 2550 യൂണിറ്റ് എന്നല്ലേ പറഞ്ഞ് അല്ലേ. ശരിക്കും ബഡ്ജറ്റ് ചെയ്ത സാധനം പ്രകാരം ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ടാണ് വേണ്ടല്ലോ അല്ലേ. അപ്പോൾ ശരിയാണ്, 2550. ഞാൻ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഉണ്ട്. ഓക്കെ, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് കാണണ്ടേ? കാണണം. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് വേണ്ടേ? അത് തന്നിട്ടുണ്ട്. അത് എത്രയിലേക്കുള്ളതാ? 1 വർഷത്തേക്കുള്ള. അത് നമ്മൾ എന്തിൽ കൺവേർട്ട് ചെയ്യണം? 4 മാസത്തേക്കുള്ള. എങ്ങനെ കൺവേർട്ട് ചെയ്യണം? 30,000 ഡിവൈഡഡ് ബൈ 4 വീക്ക്. 30,000 ഡിവൈഡ് ബൈ 50. ഓക്കെ, അവിടെ ചിന്ത പോയി. ഓക്കെ, സോറി. അപ്പോൾ 25 ഇത് കറക്റ്റാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 1 ആണ്. അപ്പോൾ ഇത് എത്ര കിട്ടും? 2550 കിട്ടും. അപ്പോൾ ഇതുവരെ എത്തിയിട്ട് എന്തെങ്കിലും ക്ലിയർ ആവാഞ്ഞ്? ഓക്കെ അല്ലേ. ഇനി അടുത്തേതാ? ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്. അതിന് നമുക്കൊരു വർക്കിംഗ് നോട്ട് കൊടുത്താൽ പോരെ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ഫോർ എത്ര മാസത്തിനാ? 4 weeks. ഓക്കെ, നമുക്കറിയാം എത്ര രൂപ ഉള്ളത് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ്? 30,000. ഫോർ ഏതാണ്? 1 unit അല്ലേ. യെസ്, ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 year. 1 year ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 weeks. Therefore, budgeted fixed overhead per month is equal to എത്രയാണ്? 4 weeks. എത്ര വരും? 30,000 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 40. പെർ ഇയറാ? നമ്മൾ വീക്ക് എടുക്കണം. വീക്ക് 50 അല്ലേ? പെർ ഇയർ പറഞ്ഞാൽ എത്ര വീക്കാ? 40 മണിക്കൂറാണ്. 50 വീക്ക്. ശരി, 40 അല്ല, 40 ഹവറാണ്. അതന്നെ. അപ്പം 30,000 ഡിവൈഡഡ് ബൈ 50 അടിച്ചാൽ 1 വീക്കിൻ്റെ കിട്ടൂലേ. ഇൻറ്റു 4 അടിച്ചാൽ എന്ത് ചെയ്യും? 4 വീക്കിൻ്റെ കിട്ടും. സെറ്റല്ലേ? ഓക്കെ, എത്ര വരും? 2000. മുകളിൽ പോവാം. 2400 എഴുതാം. കഴിഞ്ഞു. 1 - 3 എത്ര വരും? 150. ഏതാ? ഫേവറബിൾ അല്ലേ? 1 - 3 അല്ലേ ഫേവറബിൾ. കിട്ടി? സാബിത്തിന് കിട്ടിയില്ല? സാബിത്ത് പറയണ്ടേ കിട്ടിയിട്ട്? എൻ്റെ അടുത്ത് പറയണ്ടേ? അപ്പോഴല്ലേ ഡയറി മിൽക്കുള്ളൂ.